മാമന്നന് ശേഷം ഫഹദ് ഫാസിലും വടിവേലും കൂടെ ഒന്നിക്കുന്ന പുതിയ പടമാണ് മാരീസ്. ഈ സിനിമയുടെ ഡയറക്ടർ സുധീർ ശങ്കർ. പുള്ളി വില്ലാളി വീരൻ സിനിമ എടുത്ത ആളാണ്. പുള്ളി അത് കഴിഞ്ഞിട്ട് വില്ലാളി വീരനാണ് മറ്റേ ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ. അല്ല, അത് നാടോടി മൻ. നാടോടി മൻ ആണോ വില്ലാളി വീരൻ? വില്ലാളി വീരൻ വേറെ പടം. നമിത പ്രമോദമൊക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ട്. മറ്റേ നമ്മുടെ ബീച്ചിൽ മോക്ക് ഡ്രിൽ നടത്തും. അങ്ങനെ അത് കുറച്ച് ഇതാണ്. ഇപ്പോൾ ട്രോളാൻ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ദിലീപിൻ്റെ അത് തന്നെ. സോ ഈ പടം എടുത്ത വില്ലാളി വീരൻ്റെ ഡയറക്ടറാണ് സുധീർ ശങ്കർ. പുള്ളിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ മാരീസാണ് തമിഴിൽ. അതും ആരെ വെച്ചാണ്? ഫാഫയും വടിവേലിനെ വെച്ച്. അത് കുറേ നാളായി പുള്ളി ആ പടം മാമന്നത്തുണ്ടായിരുന്നു. അപ്പം അതുമാത്രമല്ല, ഈ സുധീർ ശങ്കർ ഇതിനു മുമ്പ് ഹനുമാൻ ഗീർ എന്ന് പറഞ്ഞൊരു സിനിമ അനൗൺസ് ചെയ്തു. അതായത് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, മറ്റേ മഡ് റേസിൽ ജയിച്ചൊരു പുള്ളിയുണ്ട് പാലായി എന്നുള്ളത്. ആ പുള്ളിയുടെ ഒരു ആ സ്റ്റോറിയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറക്കിയായിരുന്നു ഹനുമാൻ ഗീർ എന്ന് പറഞ്ഞു. പിന്നീട് ആ പടത്തെ പറ്റി അറിയൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ മലയാളിയാണെന്ന് തോന്നുന്നു. മലയാളി ആയിരിക്കുമല്ലോ, സുധീർ ശങ്കർ പേര് കേട്ട് കഴിഞ്ഞാൽ മലയാളി ആയിരിക്കും. തമിഴിൽ കൂടുതൽ ഇപ്പം വടിവേലി ഇപ്പം ക്യാരക്ടർ റോളിലേക്ക് തിരിയാം. മറ്റേനകത്ത് ആക്ടിങ് നല്ലതായിരുന്നു തോന്നുന്നു. അതെ 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 പുള്ളി അത്. സോ മാരീസിൻ്റെ ടീസർ വന്നു. നമുക്ക് ടീസർ കണ്ടു നോക്കാം. വേറെ വലിയ ബഹളങ്ങളൊന്നും ഇല്ല എന്നുള്ള വരവാണ് അല്ലേ? ഒരുപാട് അനൗൺസ്മെൻ്റ് ആയിട്ടോ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. വളരെ സൈലൻ്റ് ആയിട്ട് വന്നോടാം. ജപ്പാൻ്റെ ഫ്യൂജി ആ ഷോട്ട് പോലെ. യുവൻ ശങ്കർ രാജാണ്. ഒപ്പരൻ്റെ അടിക്കാൻ തോന്നിയത്. രസമുള്ള സംഭവം കേട്ടോ അല്ലേ? കുറച്ച് അതെ ഇപ്പം പഴയ ഒരുപാട് ആക്ടേഴ്സിനെ എടുത്തിട്ട് പുതിയ ഫിലിം മേക്കിംഗ് ഗ്രാമറിലേക്ക് പ്ലേസ് ചെയ്ത ഒരു. അതെ അതാണ് പുള്ളിയെ യൂഷ്വലി നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനൊരു. അത് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. എനിക്ക് തോന്നി മറ്റേ അതല്ലേ പുള്ളി മറ്റേ പാട്ട് പാടുമ്പോൾ പെട്ടത്. ഇത് കൊള്ളാം. ഇതൊരു ഭയങ്കര രസമുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ വടിവേല് നമ്മളിങ്ങനെ കുറച്ചുകൂടെ ലൈവായിട്ടൊരു സാധനത്തിൽ കാണാത്തോണ്ടാ തോന്നുന്നു. എനിക്ക് തോന്നുന്നു മാമന്നനിൽ പോലും അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ? എനിക്ക് രസമുണ്ട്. വടിവേലിനെ കാണുന്ന ഒരു വലിയ എക്സൈറ്റ്മെന്റ്. അത് ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ക്യാരക്ടർ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ മറ്റേ പ്രസാദ് ക്യാരക്ടർ ഉണ്ടല്ലോ, ഏതാ തൊണ്ടിവേല ദിക്സാക്ഷി പ്രസാദ് കുറച്ചുകൂടെ നല്ല വേഷം ഇട്ടിട്ട് ഒരാള് ബൈക്ക് സഞ്ചരിക്കുക. അതായത് കള്ളൻ തന്നെ ഒരാളെ എന്തോ സീക്രട്ട് ഉണ്ട് അതുണ്ട്. പക്ഷെ കൊള്ളാം, ഭയങ്കര രസമുള്ള ഒരു ടീസറാണ് കേട്ടോ. ഒരു സൈലന്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ പടങ്ങള് ആദ്യ സിനിമ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആണ്. അതേസമയം നമുക്ക് എളുപ്പമായിരിക്കും അപ്രോച്ച് ചെയ്യാൻ. 2 ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്താൽ മതി മെയിനായിട്ട് ത്രൂ ഔട്ട് പടം. അത് പക്കായിട്ട് വർക്ക് ചെയ്യിച്ചാൽ ഇപ്പം മറ്റേ എന്താ മെയ്യഴകനൊക്കെ പോലെ 2 ആക്ടേഴ്സിനെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ മറ്റേ പ്രീ പ്രൊഡക്ഷനിൽ അത്ര എഫേർട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേ പ്രൊഡക്ഷനെ 2 മെയിൻ ആക്ടേഴ്സ് ആണല്ലോ രണ്ടുപേരും. ഇവര് രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുക. ടീച്ചറിൽ തന്നെ നല്ല രസമുണ്ട്. 2 പേരെ വെച്ചിട്ട് തന്നെ ഇത്രയും. ഇത് ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അതേ പോകത്തുള്ളൂ. അല്ല അങ്ങനെയല്ല, നമ്മൾ അതിന് ഓവർലാപ്പ് ചെയ്യണം സാധനത്തിന്. ഇല്ലെങ്കിൽ അത് പിന്നെ നോക്കാം. അതായത് സംഭവം ടീസർ കൊള്ളാം. ടീസർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ അവര് ഈ നാടിനെയാണ് കൂടുതൽ തുടക്കം തൊട്ടേ അവരുടെ ആ ലൊക്കേഷനെ ഇങ്ങനെ കാണിച്ചു. അതിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റുള്ള ലൈൻ. അതുകൊണ്ട് ആ മാരീസിന്ന് എഴുതിയതിനകത്തും ആ ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അതായത് മറ്റേ വലിയ ആ മലയും പിന്നെ ആ ഒരു അമ്പലവും എല്ലാം കാണിക്കുന്നു.
ആ മല ഇങ്ങനെ നിൽക്കുന്നിടത്തേക്ക് ഇങ്ങനെ റോഡിൽ ഇവരിങ്ങനെ പോകുന്ന കാണുമ്പോൾ ഇവരൊരു വലിയ എന്താ ഇത് കീറാൻ പോകുന്ന പോലെ അല്ല അങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് ഒരു ഷോട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ. ജപ്പാന്റെ ഏത് എന്താ ടൂറിസം ഇതെടുത്താലും മറ്റേ ഫ്യൂജി ഇല്ല, മൗണ്ട് ഫ്യൂജി, അതിലേക്ക് ഇങ്ങനെ ഒരു റോഡ് പോകുന്ന വിഷ്വൽ എപ്പോഴും കണ്ടിട്ടുള്ള. അപ്പം അതൊക്കെ ഓർമ്മ വന്നു. ഇവരുടെ രണ്ടുപേരുടെയും ബൈക്ക് യാത്ര ആയിരിക്കും. അതെ, ഇവർ രണ്ടുപേരും ബൈക്ക്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ വളരെ ഷോർട്ട് ടൈമിൽ, എനിക്ക് 1-2 ദിവസം അങ്ങനത്തെ കഥയാന്ന് തോന്നുന്നു അല്ലേ? നീ കണ്ടിട്ട് പടവും ചിലപ്പോൾ 2 മണിക്കൂർ താഴെ ആയിരിക്കും. 2 ക്യാരക്ടേഴ്സ് വെച്ചാൽ ബിയുടെ 3 മണിക്കൂർ ഉണ്ടായിരുന്നു. 3 ഉണ്ടായിരുന്നു. 2 മണിക്കൂർ 53 മിനിറ്റ് ഒന്നും. പിന്നെ വെട്ടിക്കുറച്ച് 2:20 നമ്മൾ കണ്ടപ്പോൾ അത്രയും ഉണ്ടായിരുന്നു. ഈ മറ്റേ മലയാള സിനിമ ലൈൻ ഓഫ് പടങ്ങൾ കുറച്ചധികം ഇപ്പോൾ വരുന്നുണ്ട്. അതെ അതെ, എല്ലാ ഭാഷയും. അത് ഞാനല്ലോ ഇപ്പോൾ ഇതിപ്പം ഞാനിത് കണ്ടപ്പോൾ രസമായി. ഇതേ ടൈപ്പ് ഒരു പടം എന്തുകൊണ്ട് ഒരു ഈ ഡയറക്ടർ മലയാളിയാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇത് മലയാളത്തിലേക്ക് ഇങ്ങനെ സിനിമ ലാൻഡ്സ്കേപ്പ് ആയിരിക്കും ചിലപ്പോൾ. ചിലപ്പോൾ. എന്നാലും നമുക്ക് 2 മലയാളികൾ അവിടെ കൂടെ സഞ്ചരിച്ചൂടെ, നമുക്ക് പ്രശ്നമില്ലല്ലോ. അല്ല അറിയില്ല, നമുക്ക് പടം വരുമ്പോഴേ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ആ കൾച്ചർ അല്ല അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും സാധനം ആയിരിക്കണം. അപ്പോൾ നമുക്ക് വർക്കാവാത്ത അവർക്ക് റിലേറ്റ് ആവുന്ന പോലത്തെ വർക്കാവാത്ത ഇൻ ദ സെൻസ് മലയാളത്തിലല്ല ഈ കഥ പ്ലേസ് ചെയ്യേണ്ടത് തമിഴിലാണെന്ന്. ഞാനും ചില സമയത്ത് നമ്മളിങ്ങനെ കഥ ആലോചിക്കുമ്പോഴത്തേക്കും ചില എലമെൻറ്റ്സ് ഇങ്ങനെ മലയാളത്തിൽ വർക്കാവും, നേരെ എടുത്ത് തമിഴിൽ വെക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് വർക്കാവുന്നുള്ളൂ എന്ന് ഫീൽ ചെയ്യും. പിന്നെ വേറൊരു സംഭവം ഉണ്ട് ചേട്ടാ, അതായത് ഇപ്പം ഈ തമിഴിലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അവർ ഒരുപാട് പേര് പറയുന്നത് മലയാള സിനിമ പോലെ പടം തമിഴിൽ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ആയിരിക്കും മലയാള സിനിമ പോലെ എന്തെങ്കിലും തമിഴ് പടം, മലയാള സിനിമ പോലെ പടം അത് ചെയ്യാനാണ് മലയാളം ഉള്ളത്. തമിഴ് സിനിമ നമ്മൾ ആസ്വദിക്കുന്നത് അവരവിടെ മലയാളം പടം പോലും പടം ചെയ്യേണ്ട, അവരവിടെ തമിഴ് പടം ചെയ്താൽ മതി. അല്ലെങ്കിൽ മിക്സ്. അതായത് ഇപ്പം നമ്മൾ ഒരു തമിഴ് പടം കാണുമ്പോൾ വിജയുടെ പടം കാണാൻ പോകുമ്പോൾ വിജയ് അവിടെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കേണ്ട, വിജയ് വന്ന് 10 പേരെ അടിച്ചോട്ടെ, നമുക്കത് കണ്ടാൽ മതി. പക്ഷെ അത് കുറച്ച് രസകരമായിട്ട് അവതരിപ്പിക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം ഫിലിം മേക്കിങ്ങിൽ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മലയാള സിനിമ തമിഴ് എടുക്കണ്ട, അവർ തമിഴ് എല്ലാ ടൈപ്പ് പടങ്ങളും ഉണ്ടാവട്ടെ. പക്ഷേ ഇപ്പോൾ ഈ പുള്ളി ഇനിയിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ തമിഴ് പടം എടുക്കുമ്പോഴേ ആ കൊമേഴ്ഷ്യൽ പടത്തിന് ഇതിൻ്റെ ഗുണം ഉണ്ടാവുമല്ലോ, ഒരു കുറച്ചും കൂടെ വേറെ ലൈൻ ഓഫ് ഫിലിം മേക്കിംഗ് ആയിരിക്കുമല്ലോ. അല്ല പുള്ളി വില്ലാളി വീരൻ ആക്ച്വലി ആലോചിച്ച് കഴിഞ്ഞാൽ വില്ലാളി വീരൻ്റെ സ്റ്റോറി ലൈൻ ഒരു തമിഴ് പടത്തിൻ്റെ സ്റ്റോറി ലൈൻ പോലെ. ഞാൻ കണ്ടിട്ടില്ല ആ പടം കണ്ട എനിക്ക് അന്ന് ആ സിനിമ കാണുമ്പോൾ കാരണം ആ സിനിമയിൽ എനിക്ക് എസ്പെഷ്യലി പടത്തിൽ ഭയങ്കര ഇതായിട്ട് ആ പടത്തിൽ സോങ്സ് ഉണ്ട്. ഈ സോങ്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ അന്ന് ആ സമയത്ത് തമിഴിലെ കണ്ട പാട്ടുകളുണ്ടല്ലോ അത് ഷൂട്ട് ചെയ്തല്ല, കുറേ ഡാൻസേഴ്സും അതിൻ്റെ സെറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഒരു പ്രോപ്പർ തമിഴ് പടത്തിൻ്റെ അല്ലെ തെലുങ്ക് പടത്തിൻ്റെ ഒക്കെ ഒരു സോങ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് ആ ലൈനിലാണ് ഈ വില്ലാളി വീരൻ്റെ സോങ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡയറക്ടറൊക്കെ കുറച്ച് പുള്ളി വിചാരിച്ചു കാണും ഇനി മലയാളത്തിലല്ല എൻ്റെ കളികൾ തമിഴ്നാട്ടിലാണ്, അത് തമിഴാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ അത്യാവശ്യം തോന്നിക്കാണാം. 3 മണിക്കൂർ കൊണ്ട് 4 ലക്ഷം വ്യൂ ഉണ്ട്. അതെ മാരീസിൻ്റെ ട്രെയിലർ വരട്ടെ, ട്രെയിലർ കാണുന്നതായിരിക്കും നമ്മൾ. പടം കുറച്ച് രസമുണ്ട്, കണ്ടെന്ന് തോന്നുന്നു.